UGC നെറ്റ് എക്സാം സൈക്കോളജിയുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളതിൻ്റെ ഒരു സീരീസ് നടത്തി വരുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 31 മുതൽ 40 വരെയുള്ളതാണ് ഈ ഒരു സീരീസിൽ വരുന്നത്. മാത്രമല്ല നമ്മളൊരു സൈക്കോളജി നെറ്റ് എക്സാമിൻ്റെ പ്രാക്ടീസ് ഗ്രൂപ്പും വാട്സപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ആഡ് ആവാം. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 31. Who introduced the concept of mental age in intelligence testing? അപ്പോൾ ഓപ്ഷൻസ് വരുന്നത് ആൽഫ്രഡ് ബിന്നറ്റ്, ചാൾസ് പിയർമാൻ, ലൂയിസ് ടെർമാൻ, ഡേവിഡ് വെഷ്ലർ. ഇതിലേതാണ് ആൻസർ? ആൽഫ്രഡ് ബിന്നറ്റ് ആണ് ആൻസർ. ബിന്നറ്റ് ആൻഡ് സൈമൺ ഡെവലപ്ഡ് ദ ഫസ്റ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് മെൻ്റൽ ഏജ്. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് IQ എന്നുള്ള കൺസെപ്റ്റ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. Then next question ആണ്, law of Pragnas is a principle of which school of psychology? Options: behaviorism, psychoanalysis, gestalt psychology, humanistic psychology. സോ അതിൻ്റെ ആൻസർ വരുന്നത് ജസ്റ്റാൾട്ട് സൈക്കോളജി ആണ്. ജസ്റ്റാൾട്ട്സ് ലോ ഓഫ് പ്രാഗ്നാസ് എന്ന് പറയുന്നത് വി പെർസീവ് തിങ്സ് ഇൻ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് ഓർഗനൈസ്ഡ് ഫോം പോസിബിൾ. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് മോസ്റ്റ് എഫക്റ്റഡ് ഇൻ അൽഷിമേഴ്സ് ഡിസീസ്? പ്രൊസീജിയർ മെമ്മറി ആണോ, എപ്പിസോഡിക് ആണോ, സെമാൻറ്റിക് ആണോ, സെൻസറി ആണോ? ഇവിടെ ആൻസർ വരുന്നത് എപ്പിസോഡിക് മെമ്മറി ആണ്. ഇവിടെ നമ്മുടെ അൽഷിമേഴ്സ് പേഷ്യൻസിനാണെങ്കിൽ അവർ എപ്പിസോഡിക് മെമ്മറി, അതായത് പേഴ്സണൽ എക്സ്പീരിയൻസിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള മെമ്മറി, അതിനെയായിരിക്കും ആദ്യം എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ബാക്കിയുള്ള മെമ്മറി സിസ്റ്റത്തിനെ കൂടെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. Then according to Freud, the pleasure principle is governed by ego, ഇത്, സൂപ്പർ ഈഗോ, കോൺഷ്യസ് മൈൻഡ്. ഇതിലേതാണ് ആൻസർ? സോ ഇതിന് ആൻസർ വരുന്നത് ഇതാണ്. ഇത് എന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. സോ എന്താണ് റിയാലിറ്റി, എന്താണ് മൊറാലിറ്റി എന്നുള്ളതൊന്നും കൺസിഡർ ചെയ്യാണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ അത് മാത്രം സീക്ക് ചെയ്തിട്ടായിരിക്കും ഇത് എന്നുള്ള പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ടാവാം. ദെൻ question number 35. Which statistical technique is used to identify underlying factors among variables? റിഗ്രഷൻ ആണോ, കോറിലേഷൻ ആണോ, ഫാക്ടർ അനാലിസിസ് ആണോ, അനോവ ആണോ? സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഫാക്ടർ അനാലിസിസ് ആണ്. ഫാക്ടർ അനാലിസിസ് റെഡ്യൂസസ് ലാർജ് സെറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻ ടു കോമൺ ഫാക്ടേഴ്സ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻ്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി റിസർച്ചിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന തരത്തിൽ വലിയൊരു സംഭവത്തിനെ ചെറുതാക്കി കോമൺ ഫാക്ടേഴ്സ് ആക്കി, കോമൺ വേരിയബിൾസ് ആക്കിയിട്ടാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 36. The 7 ± 2 rule of short-term memory capacity was given by, അല്ലെങ്കിൽ 7 ± 2 എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളതാണ് ജോർജ് മില്ലർ, ഡൊണാൾഡ് ബോഡ്ബെൻറ്റ്, എലൻ ബാഡ്ലി, ഹെർമൻ എബിംഗസ്. സോ ഇത് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജോർജ് മില്ലർ എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. മില്ലർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ടേം മെമ്മറി ക്യാൻ ഹോൾഡ് 7 ± 2, അതായത് 5 അല്ലെങ്കിൽ 9 ആ ഒരു റേഞ്ചിലുള്ള ചങ്ക്സുകളായിട്ട് ഇൻഫോർമേഷൻസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ. നെക്സ്റ്റ് ആർക്കിടൈപ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആരായിരുന്നു? സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ, കാൾ യുങ് ആണോ, ആൽഫ്രഡ് ആഡ്ലർ ആണോ, കാരൻ ഹോണി ആണോ? ആർക്കിടൈപ്സ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് കാൾ യുങ് ആണ്. സോ ഇതെന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ പാറ്റേൺസ് ആണ്. ഇതിൻ്റെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ ഉള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള പാറ്റേൺസുകളായാണ് നമ്മൾ ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. ഹൂ ഈസ് കൺസിഡേർഡ് ദ ഫൗണ്ടർ ഓഫ് ക്ലൈൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി? ഓപ്ഷൻസ്: കാൾ റോജർ, ആൽബർട്ട് എല്ലിസ്, ആരൺ ബക്ക്, വിക്ടർ ഫ്രാങ്കിൾ. സോ ആൻസർ എന്ന് പറയുന്നത് കാൾ റോജർ ആണ്. റോജർ എന്താ എംപതി, അതുപോലെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള പോസിറ്റീവ് റിഗാർഡ്, പിന്നെ ജെനുവിൻനെസ്, അതുപോലെ ക്ലൈൻറ്റ് സെൻറ്റേർഡിന് കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തിരുന്നതുകൊണ്ട് കാൾ റോജേഴ്സ് ആണ് ഇതിൻ്റെ ആൻസർ. Then question number 39. The cognitive triad in depression was proposed by മാർട്ടിൻ സെലിഗ്മാൻ ആണോ, ആരൺ ബക്ക് ആണോ, ആൽബർട്ട് ബണ്ടൂര ആണോ, റോളോ മെയ് ആണോ? ആൻസർ വരുന്നത് ആരൺ ബക്ക് ആണ്. ബെക്കിൻ്റെ കൊഗ്നിറ്റീവ് ട്രയാഡ്, അതായത് നെഗറ്റീവ് തോട്ട്സ് അബൌട്ട് സെൽഫ്, വേൾഡ് ആൻഡ് ഫ്യൂച്ചർ, ഇതാണ് കോർ ഓഫ് ഡിപ്രഷനായിട്ട് വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 40. ദ വിഷ്വൽ ക്ലിഫ് എക്സ്പെരിമെൻറ്റ് ബൈ ഗിബ്സൺ ആൻഡ് വോക്ക് അവർ സ്റ്റഡി ചെയ്തത് എന്തിനെ കുറിച്ചായിരുന്നു? ഡെപ്ത് പെർസെപ്ഷൻ ഇൻ ഇൻഫൻസ്, കണ്ടീഷനിങ് ഇൻ ആനിമൽസ്, വിഷ്വൽ ഇല്യൂഷൻസ്, പെർസെപ്ച്വൽ കോൺസ്റ്റൻസി.
സോ ആൻസർ വരുന്നത് ഡെപ്ത് പെർസെപ്ഷൻ ഇൻ ഇൻഫൻസ് ആയിരുന്നു. ഗിബ്സൺ ആൻഡ് വാക്ക് 1960s ഇൻഫൻസും ആനിമൽസും ഒരു വിഷ്വൽ ക്ലിഫ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അവർ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിരുന്നു, അതായത് ഡെപ്തിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. സോ ഇത് പ്രൂവ് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയുന്നത് പാർട്ട്ലി ഇന്നേറ്റ് ആയിട്ടുള്ളതാണ്, നേരത്തെ തന്നെ നമ്മുടെ ഉള്ളിലുള്ളതാണെന്നുള്ളതാണ് പ്രൂവ് ചെയ്തത്. സോ താങ്ക് യു. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇനിയും വർക്കൗട്ട് ചെയ്യാൻ നോക്കാം.